ഹായ് ഓൾ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള PSC ഡ്രാഫ്റ്റ്സ്മാൻ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അതിൻ്റെ സൊല്യൂഷൻസുമാണ്. ഇതൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസ് ആർ. കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസ് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ഫോഴ്സസ് F1, F2, F3, F4 ആ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എല്ലാം ഒരേ പ്ലെയിനിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? കോ പ്ലെയിനാർ എന്ന് പറയാം. എന്ത് പറയാം? കോ പ്ലെയിനാർ. അതുപോലെ ഈ ഫോഴ്സസ് എല്ലാം F1, F2, F3 ആ ഫോഴ്സസ് എല്ലാം ഒരേ പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് എന്ത് പറയാം? കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയാം. അപ്പോൾ ഈ ഫിഗർ നോക്കിയേ. ഈ ഫിഗറിൽ F1, F2, F3, F4 ഫോഴ്സസ് സെയിം പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ഷൻ സെയിം പ്ലെയിനിലാണ്. സോ അത് കോപ്ലെയിനാർ. അതുപോലെ ഈ ഫോഴ്സസ് ഒരു മീറ്റിംഗ് പോയിന്റ്, ഒരു പോയിന്റാണ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയാൻ പറ്റും? കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയാം. അപ്പോൾ കോപ്ലെയിനാർ കൺകറന്റ് ഫോഴ്സസ് ആർ വിച്ച് മീറ്റ് അറ്റ് വൺ പോയിന്റ് ആൻഡ് ദർ ലൈൻ ഓഫ് ആക്ഷൻ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 12 സെന്റിമീറ്റർ. 12 സെന്റിമീറ്റർ സൈഡ് വരുന്ന ഒരു സ്ക്വയറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന ചോദ്യം. നമുക്കറിയാം, ഒരു റെക്ടാംഗിൾ വിത്ത് ബേസ് ബിയും ഡെപ്ത് ഡിയും ഉള്ള ഒരു റെക്ടാംഗിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് BD³/12 ആണ്. ഒരു സ്ക്വയറിന്റെ കേസിൽ ബിയും ഡിയും സെയിം ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? D⁴/12 എന്ന് എഴുതാം. D⁴/12. ഡി എന്താണ്? ഒരു സൈഡ്. അപ്പൊ 12⁴/12, 12³ എന്ന് പറയുമ്പോൾ 1728 cm⁴. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 12 സെന്റിമീറ്റർ എന്താണ്? ആൻസർ ഡി, 1728 cm⁴. ഓക്കെ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മൊമെന്റം ഈസ്. മൊമെന്റം എന്താണെന്നാണ് ചോദ്യം. മൊമെന്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസ് അല്ലെങ്കിൽ ഒരു ബോഡി, m മാസുള്ള ഒരു ബോഡിക്ക് വെലോസിറ്റി കാരണം ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടി, വെലോസിറ്റി കാരണം ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി നമ്മൾ എന്ത് പറയുക? മൊമെന്റം എന്ന് പറയുക. ഓക്കെ. അപ്പോ മൊമെന്റം എന്ന് പറയുന്നത് മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് P = mv. മൊമെന്റം = മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ഓക്കെ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇൻ ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റം ദ ആംഗിൾ ഈസ് മെഷേർഡ് ഫ്രം. ഇത് സർവേയിങ് എന്നുള്ള ചോദ്യമാണ്. നമുക്ക് ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റത്തില് ആംഗിൾസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആംഗിൾസ് മെഷർ ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് ഉള്ളത്. ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റവും ഹോൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റവും. ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റത്തില് നമ്മൾ എപ്പോഴും ആംഗിൾസ് മെഷർ ചെയ്യുക നോർത്തിൽ നിന്നോ അല്ലെങ്കിൽ സൗത്തിൽ നിന്നോ ആയിരിക്കും. ഒന്നുകിൽ നോർത്തിൽ നിന്നോ അല്ലെങ്കിൽ സൗത്തിൽ നിന്നോ ആയിരിക്കും. എന്നിട്ട് നോർത്തിൽ നിന്ന് ഒന്നുകിൽ റൈറ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക്, ഒന്നുകിൽ റൈറ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക്. അതുപോലെ സൗത്തിൽ നിന്ന് ഒന്നുകിൽ റൈറ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക്. ഏതാണോ അടുത്ത് ആ ഒരു രീതിക്കാണ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ AB എന്നൊരു ലൈന്, AB എന്ന ലൈനിന്റെ ആംഗിൾ എങ്ങനെ പറയാ? നോർത്തിൽ നിന്ന് ഇതിലേക്കുള്ള ഒരു ആംഗിൾ മെഷർ ചെയ്യും, ആൽഫ. അതുപോലെ AC നോക്കിയേ, സൗത്തിൽ നിന്ന് AC-യിലേക്ക്. അതുപോലെ AD എന്നൊരു ലൈന് സൗത്തോട് അടുത്തിരിക്കുകയാണ്. അപ്പോൾ ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യും? സൗത്തിൽ നിന്ന് AD-യിലേക്കുള്ള തീറ്റ, അതുപോലെ ഫൈയും. ഇനി അപ്പോൾ ചോദ്യത്തിന്റെ ആൻസർ കിട്ടി. ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റത്തില് ആംഗിൾസ് എവിടെ നിന്നാ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ മെഷർ ചെയ്യുക? നോർത്തിൽ നിന്നോ സൗത്തിൽ നിന്നോ? നോർത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക്, നോർത്തിൽ നിന്ന് വെസ്റ്റിലേക്ക്, സൗത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക്, സൗത്തിൽ നിന്ന് വെസ്റ്റിലേക്ക്. അപ്പം ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടെ, ഈ ആംഗിള് AB എന്ന ലൈനിന്റെ ആംഗിൾ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇത് നോർത്തിന്റെയും ഈസ്റ്റിന്റെ ഇടയ്ക്കാണ്. അപ്പോൾ നോർത്ത് ആൽഫ ഈസ്റ്റ്,
അതുപോലെ ഇതെങ്ങനെ എഴുതാം? സൗത്ത് ബീറ്റ ഈസ്റ്റ്, ഇതോ സൗത്ത് തീറ്റ വെസ്റ്റ്, ഇതോ നോർത്ത് 5 വെസ്റ്റ്. ഇങ്ങനെയാണ് ആംഗിൾസ് മെഷർ ചെയ്യുക, മാർക്ക് ചെയ്യുക. അതുപോലെ അടുത്തൊരു മെത്തേഡ് അനാലിസിസ് എന്ന് പറയുന്നത് ഹോൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ആംഗിൾസ് എപ്പോഴും മെഷർ ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? നോർത്തിൽ നിന്നായിരിക്കും, നോർത്ത് ഡയറക്ഷൻ നിന്നായിരിക്കും. എ ബി എന്ന ലൈൻ്റെ ആംഗിള് നോർത്തിൽ നിന്നും തീറ്റ1, എ സി എന്ന് പറഞ്ഞ ആംഗിള് നോർത്തിൽ നിന്നും തീറ്റ2, അതുപോലെ നോർത്തിൽ നിന്നും തീറ്റ3. അങ്ങനെയാണ് ആംഗിൾസ് മെഷർ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ആംഗിൾസ് പറയാൻ എളുപ്പമായിരിക്കുമല്ലോ. എങ്ങനെ പറയാം? ഒരു 30 ഡിഗ്രി, അല്ലെങ്കിൽ എന്ത് പറയാം, ഒരു 120 ഡിഗ്രി, 200 ഡിഗ്രി, 300 ഡിഗ്രി. അങ്ങനെ കറക്റ്റ് ജസ്റ്റ് ആംഗിൾസ് മാത്രം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആംഗിൾ ഈ ലൈൻ ഏത് ക്വാഡ്രന്റിലാണെന്നോ അല്ലെങ്കിൽ ലൈൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് ഹോൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റവും ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റം തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വാട്ടർ ബോയിൽസ് ഈസ് ടേക്കൺ ആസ് ദ ബേസിസ് ഫോർ ഡിറ്റർമൈനിങ് ദ ഹൈറ്റ് ഓഫ് എ പോയിന്റ് ഇൻ. ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഹൈറ്റ് അല്ലെങ്കിൽ എലിവേഷൻ ടെമ്പറേച്ചർ ഡിഫറൻസ്, വാട്ടർ ബോയിൽ ചെയ്യാൻ എടുക്കുന്ന ടെമ്പറേച്ചറിന്റെ ഒരു വേരിയേഷനിൽ ബേസിൽ ഹൈറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന, എലിവേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദ്യം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഹിപ്സോമെട്രി ആണ്. ഹിപ്സോമെട്രി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടെമ്പറേച്ചർ ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് പ്രഷറിന് എന്താ ഉണ്ടാവും? വേരിയേഷൻസ് ഉണ്ടാവും. പ്രഷർ വേരി ചെയ്യുമ്പോൾ വാട്ടർ ബോയിൽ ചെയ്യാൻ എടുക്കുന്ന ടെമ്പറേച്ചർ, ആ ഒരു പോയിന്റ്സിൽ വാട്ടർ ബോയിൽ ചെയ്യാൻ എടുക്കുന്ന ടെമ്പറേച്ചർ എന്തായിരിക്കും? വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോന്നിനും ഓരോ ടെമ്പറേച്ചർ ആയിരിക്കും. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് കൂടുന്തോറും അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കുറയും. ഓക്കെ, നമുക്ക് ഓരോ സ്പെസിഫിക് പോയിന്റിലെ ഓൾട്ടിറ്റ്യൂഡില് എന്ത് കിട്ടി? ബോയിലിംഗ് പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ആ ബോയിലിംഗ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് പ്രഷർ കണ്ടെത്താം. ആ പ്രഷർ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതാണ് ഹിപ്സോമെട്രി. ടെമ്പറേച്ചർ വേരിയേഷൻ വെച്ചിട്ട് ചെയ്യുന്ന മെത്തേഡിനാണ് ഹിപ്സോമെട്രി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓപ്ഷനിൽ അപ്പം ഈ ചോദ്യത്തിന് ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ഇനി അടുത്തുള്ള ഓപ്ഷൻസ് ബാരോമെട്രിക് ലെവലിംഗ്. ബാരോമെട്രിക് ലെവലിംഗ് എന്ന് പറയുമ്പോൾ ബാരോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? പ്രഷർ കണ്ടെത്താനാണ്, പ്രഷർ വേരിയേഷൻ കാണാനാണ്. അപ്പോൾ ഡിഫറൻസ് ഇൻ എലിവേഷൻ അല്ലെങ്കിൽ ഹൈറ്റ് കണ്ടെത്തുന്നത് ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പ്രഷറിന്റെ ഡിഫറൻസ്, പ്രഷർ വേരിയേഷന്റെ ബേസിലാണെങ്കിൽ അതിനെന്ത് പറയാം? ബാരോമെട്രിക് ലെവലിംഗ് എന്ന് പറയാം. പക്ഷേ ഈ ഒരു മെത്തേഡ് ഇൻഅക്യുറേറ്റ് ആണ്. കാരണം ഈവൻ സെയിം പോയിന്റിൽ ഒരു മണിക്കൂറിൽ തന്നെ എന്തുണ്ടാവും? പ്രഷർ വേരി ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ പ്രഷർ പോയിന്റ് ബൈ പോയിന്റ് അല്ലെങ്കിൽ ടൈം ബൈ ടൈം വേരി ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ ഒരു മെത്തേഡാണ്. എങ്കിലും ഒരു റെക്കഗ്നൈസൻസ് അങ്ങനെയുള്ള ഒരു പ്രിലിമിനറി സർവേ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാരോമെട്രിക് ലെവലിംഗ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തുള്ളത് പ്രിസൈസ് ലെവലിംഗ്. പ്രിസൈസ് ലെവലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ആക്യുറസി കൂടുതൽ വേണ്ട വർക്ക്സിൽ എന്ത് ചെയ്യും? പ്രിസൈസ് ലെവലിംഗ് ഉപയോഗിക്കാം. അതായത് ഹൈ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വിപ്മെന്റ്സും മിറേഴ്സും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ലെവലിംഗ് തന്നെയാണ് പ്രിസൈസ് ലെവലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ട്രിഗണോമെട്രിക് ലെവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എലിവേഷൻ കാണുന്നത് വെർട്ടിക്കൽ ആംഗിൾസും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസുകളും ഫീൽഡിൽ മെഷർ ചെയ്ത് ട്രിഗണോമെട്രിക് ഇക്വേഷൻസും മറ്റു കാര്യങ്ങൾ റിലേഷൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന ലെവലിംഗ് പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? മെത്തേഡിനാണ് എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് ലെവലിംഗ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇൻ ദ കേസ് ഓഫ് ഓവർഹാങ്ങിങ് ക്ലിഫ്. ഓവർഹാങ് ക്ലിഫിന്റെ കേസിൽ എന്താണെന്നുള്ളത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ചോദ്യത്തിൽ കാണുന്ന ഓപ്ഷൻസിൽ കാണുന്ന ഒരു ടേം കോണ്ടൂർസ്. കോണ്ടൂർസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെയിം എലിവേഷൻസ് ഉള്ള പോയിന്റുകൾ ചേർത്തുണ്ടാക്കുന്ന ലൈൻസുകളെയോ അല്ലെങ്കിൽ കർവുകളെയാണ് എന്ത് പറയുന്നത്? കോണ്ടൂർ ലൈൻസ്. അപ്പോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കോണ്ടൂർ മാപ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓവർഹാങ് ക്ലിഫിന്റെ കേസിൽ കോണ്ടൂർ ലൈൻസ് അല്ലെങ്കിൽ കോണ്ടൂർസ് എന്താണ്? പാരലൽ ആണോ, ഇന്റർസെക്ട് ചെയ്യോ, കോയിൻസൈഡ് ചെയ്യോ, എന്താണ് ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റുന്ന
ഓവർഹാങ് ക്ലിഫ് ഉണ്ട്. അപ്പോൾ ഓവർഹാങ് ക്ലിഫില് കോണ്ടൂർ ലൈൻസ് എന്ത് ചെയ്യും? ഇന്റർസെക്ട് ചെയ്യും. നമുക്ക് ഈ ഫിഗറിന് ആൻസർ കിട്ടി. ഓപ്ഷൻ ബി, ടു കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ് ഇന്റർസെക്ട് ഇൻ എ കോണ്ടൂർ മാപ്പ്. കോണ്ടൂർ മാപ്പിൽ കോണ്ടൂർ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യും. എവിടെ? ഓവർ ഹാങ്ങിങ് ക്ലിഫിന്റെ കേസിൽ. ഓവർ ഹാങ്ങിങ് ക്ലിഫിന്റെ കേസിലോ കേവ്സിന്റെ കേസിലോ എന്താണ്? കോണ്ടൂർ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യാറുണ്ട്. ഇൻ കേസ് ഒരു വെർട്ടിക്കൽ ക്ലിഫ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആപ്റ്റ് ആവുക. എന്താണ്? കോണ്ടൂർ ലൈൻസ് കോയിൻസൈഡ് ചെയ്ത് ഒരു സിംഗിൾ ലൈനായിട്ട് എന്തും മാറുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? വെർട്ടിക്കൽ ക്ലിഫ് ആണ്. അപ്പം ഓപ്ഷൻ സി വെർട്ടിക്കൽ ക്ലിഫിനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 250 മീറ്റർ സ്ക്വയർ ഈസ് 250 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2.5 ആറാണോ, 2.5 ഏക്കർ ആണോ, 2.5 ഹെക്ടർ ആണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് അതിന്റെ റിലേഷൻ അറിയണം. 1 R ഈസ് ഈക്വൽ ടു 100 മീറ്റർ സ്ക്വയർ. ഒരു ആർ എന്ന് പറയുന്നത് 100 മീറ്റർ സ്ക്വയർ ആണെന്നുള്ള റിലേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 250 മീറ്റർ സ്ക്വയർ എത്ര ആറെന്ന് കണ്ടെത്തി നോക്കാം. 250 by 100, അപ്പൊ 2.5 ആറെന്ന് കിട്ടി. അപ്പൊ 250 മീറ്റർ സ്ക്വയർ എന്ത് കിട്ടി? 2.5 ആറെന്ന് കിട്ടി. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫാത്തോമീറ്റർ ഈസ് യൂസ്ഡ്. ഫാത്തോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ടു ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് വാട്ടർ അപ് ടു ദ ബെഡ്. ഒരു ഫിഗർ വെച്ച് ഞാൻ പറഞ്ഞുതരാം എന്നുള്ളത്. ഈ ഫിഗർ നോക്കിയേ. അപ്പോൾ ഒരു ഷിപ്പിലോ ബോട്ടിലോ എന്തെങ്കിലും വന്നിട്ട് ഫാത്തോമീറ്റർ ഉണ്ടാവും. ഫാത്തോമീറ്ററിൽ നിന്ന് സൗണ്ട് വേവ്സ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ഈ സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്ത് വാട്ടർ ട്രാവൽ ചെയ്ത് എവിടെ എത്തും? സീബെഡിലെത്തി തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് ഫാത്തോമീറ്റർ തന്നെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. സൗണ്ട് വേവ്സ് റിലീസ് ചെയ്ത് താഴെ പോയി ബെഡിൽ പോയി തട്ടി തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഈ സൗണ്ട് വേവ്സ് പോയി തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരാനെടുക്കുന്ന ടൈം എന്ത് ചെയ്യും? നമ്മൾ നോട്ട് ചെയ്യും. ടൈം അറിയാം, സൗണ്ട് വേവ്സിന്റെ വെലോസിറ്റി അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിസ്റ്റൻസ് കണ്ടെത്താം. എന്ന് വെച്ചാൽ വാട്ടർ ലെവലിൽ നിന്ന് ബോട്ടം ഓഫ് സീ അല്ലെങ്കിൽ സീ ബെഡ് വരെയുള്ള ഡെപ്ത് നമുക്ക് എന്ത് ചെയ്യാം? മെഷർ ചെയ്യാം. അതിനുള്ളൊരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ഫാത്തോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ, ടു ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് വാട്ടർ അപ് ടു ദ ബെഡ്. ഇനി ഇതിനകത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടു മെഷർ ദ സ്ലോപ്പ്. സ്ലോപ്പ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ക്ലിൻഡോമീറ്റർ ആണ്. ഇതാണ് ഒരു ക്ലിൻഡോമീറ്റർ. ഒരു പ്രൊട്രാക്ടർ പോലെ സംഭവം ഉണ്ടാവും. അപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു നമുക്ക് ആംഗിൾ എന്ത് ചെയ്യും? ഈ ഒരു ത്രെഡ് അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഇട്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഈ ആംഗിളിന്റെ മുകളിൽ കൂടെ ആയിരിക്കും നമ്മൾ ഈ ത്രെഡ് അല്ലെങ്കിൽ വന്ന് വീണുണ്ടാവുക. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ കൂടെ നോക്കി നമ്മൾ ഇത് ലെവൽ സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ നേർക്കാണോ ഇരിക്കുന്നുള്ള സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ആംഗിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. അതാണ് ക്ലിൻഡോമീറ്ററിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ടു മെഷർ ദ സ്ലോപ്പുകൾ മെഷർ ചെയ്യാൻ ക്ലിൻഡോമീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ലേമാൻസ് റൂൾ ഈസ് അസോസിയേറ്റഡ് വിത്ത്. ലേമാൻസ് റൂള് എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ചോദ്യം. ചെയിൻ സർവേ ആണോ, കോമ്പസ് സർവേ ആണോ, തിയോഡലൈറ്റ് സർവേ ആണോ, പ്ലെയിൻ ടേബിൾ സർവേ ആണോ? ലേമാൻസ് റൂള് ബന്ധപ്പെട്ട് കിടക്കുന്നത് പ്ലെയിൻ ടേബിൾ സർവേയിലാണ്. എവിടെ? പ്ലെയിൻ ടേബിൾ സർവേയിൽ. നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേയിൽ കുറെ മെത്തേഡ്സ് പഠിക്കും. ഇന്റർസെക്ഷൻ, റിസെക്ഷൻ, അങ്ങനെ കുറെ മെത്തേഡ്സ് സോൾവ് ചെയ്യാനായിട്ട് കുറച്ച് മെത്തേഡ്സ് പഠിക്കും. അതിൽ റിസെക്ഷനിൽ വരുന്നതാണ് എന്ത്? റിസെക്ഷനിൽ നമ്മൾ പഠിക്കുന്ന 2 ടൈപ്പ് പ്രോബ്ലംസ് എന്ന് വേണമെങ്കിൽ പറയാം. 2 പോയിന്റ് പ്രോബ്ലവും 3 പോയിന്റ് പ്രോബ്ലവും. ഓക്കെ, നമ്മൾ ഇതിൽ 3 പോയിന്റ് പ്രോബ്ലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ 2 പോയിന്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി 3 വെൽ ഡിഫൈൻഡ് പോയിന്റ്സ് ഉണ്ടാവും. ആ പോയിന്റ്സിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്കുള്ള നമ്മൾ അല്ലെങ്കിൽ ഫീൽഡ് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്ത് എന്ത് ചെയ്യും? ഈ പോയിന്റിലേക്കുള്ള പ്ലാന് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും മറ്റു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? പ്ലാനിൽ നമ്മൾ നോട്ട് ചെയ്യും. ആ ഒരു നോട്ട് ചെയ്തതിനു ശേഷം അതിന്റെ റീഡിങ്സും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റേഷൻ പോയിന്റ് പ്ലാനിൽ നമ്മൾ കണ്ടെത്തും. അല്ലെങ്കിൽ സ്റ്റേഷൻ ഇത് വെക്കേണ്ട സ്റ്റേഷൻ നമ്മൾ എന്ത് ചെയ്യും? പ്ലാനിൽ കണ്ടെത്തും.
ആ ഒരു മെത്തേഡാണ് നമ്മൾ എന്ത് പറയുക 3 പോയിന്റ് പ്രോബ്ലം എന്ന് പറയുന്നത് 2 പോയിന്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് വരുന്നൊരു സബ് മെത്തേഡാണെന്ന് പറയുന്നത് ലേമാൻസ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ലേമാൻസ് റൂൾ എവിടെയാണ് വരുന്നത്? പ്ലെയിൻ ടേബിൾ സർവേയിലാണ് വരുന്നത്. ഈ ഒരു ലേമാൻസ് റൂൾ എന്ന് പറയുന്ന ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ലേമാൻസ് റൂൾ അസോസിയേറ്റ് വിത്ത് പ്ലെയിൻ ടേബിൾ സർവേ. ഓക്കെ, അടുത്ത ചോദ്യം സർവേയിങ്ങിലെ ലെവലിംഗ് എന്നുള്ള ചോദ്യമാണ്. ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ആൻഡ് ദ റെഡ്യൂസ് ലെവൽ ഓഫ് എ പോയിന്റിന്റെ റെഡ്യൂസ് ലെവലും ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ചോദിച്ചിട്ടുണ്ട്. ഇഫ് ദ ഫോർസൈറ്റ് റീഡിംഗ് ഈസ് 1.845 മീറ്റേഴ്സ്, ഫോർസൈറ്റ് റീഡിംഗ് വന്നിട്ടുണ്ട്, ബാക്ക് സൈഡ് റീഡിംഗ് വന്നിട്ടുണ്ട്, റെഡ്യൂസ് ലെവൽ ബെഞ്ച് മാർക്കിന്റെ റെഡ്യൂസ് ലെവൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു പ്രോബ്ലത്തിന്റെ ഫിഗറിൽ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ലെവലാണ്, ഇത് നമ്മുടെ ബെഞ്ച് മാർക്ക്. ബെഞ്ച് മാർക്ക് ഞാൻ സ്റ്റാഫ് വെച്ചിട്ടുണ്ട്, നമ്മുടെ പർട്ടിക്കുലർ പോയിന്റ് ഞാൻ സ്റ്റാഫ് വെച്ചിട്ടുണ്ട്, ലെവൽ സെറ്റ് ചെയ്തു, ഹൊറിസോണ്ടൽ ലൈൻ സെറ്റ് ചെയ്തു. ഇനി ബെഞ്ച് മാർക്കിന്റെ റെഡ്യൂസ് ലെവൽ ആണ് 250 മീറ്റർ. റെഡ്യൂസ് ലെവൽ എന്താണ്? നമ്മളൊരു ഡാറ്റത്തിൽ നിന്ന്, ഒരു നോൺ എലിവേഷനിൽ നിന്ന് അല്ലെങ്കിൽ നോൺ ഡാറ്റത്തിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് റെഡ്യൂസ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് 250 മീറ്റർ ആണ്. നമ്മൾ ആദ്യം ലെവൽ സെറ്റ് ചെയ്തു, ബാക്ക് സൈറ്റ് അല്ലെങ്കിൽ നമ്മൾ ബെഞ്ച് മാർക്കിലെ സ്റ്റാഫിലേക്ക് നോക്കി, ആ കിട്ടിയ വാല്യൂ ആണ് 2.985. നമ്മുടെ ഫസ്റ്റ് റീഡിംഗ് ബാക്ക് സൈഡ് റീഡിംഗ് ആണ്. അത് കഴിഞ്ഞ് ലെവൽ ഞാൻ തിരിച്ചു, നമ്മുടെ പർട്ടിക്കുലർ പോയിന്റിന്റെ അവിടെ വെച്ച് സ്റ്റാഫിൽ നോക്കി, ആൻസർ 1.845 റീഡിംഗ് കിട്ടി. അപ്പൊ ഫോർ സൈഡ് റീഡിംഗ് നമുക്ക് കിട്ടി. ഈ ഒരു പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇക്വേഷൻസ് അറിയണം. ഒന്ന് ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഇക്വേഷൻ ആണ്. ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് റെഡ്യൂസ് ലെവൽ പ്ലസ് ബാക്ക് സൈറ്റ് ആണ്. റെഡ്യൂസ് ലെവൽ പ്ലസ് ബാക്ക് സൈറ്റ് 250 പ്ലസ് 2.985, 252.985 ആണ് നമ്മുടെ എന്ത് ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു പോയിന്റിന്റെ റെഡ്യൂസ് ലെവൽ കാണാനായിട്ട് എന്താ ചെയ്യണമെന്നാൽ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റിൽ നിന്ന് ഈ ഒരു ഫോർ സൈഡ് റീഡിംഗ് കുറച്ചാൽ പോരെ. അപ്പൊ 252.985 മൈനസ് ഫോർ സൈറ്റ് 252.985 മൈനസ് 1.845 എത്ര കിട്ടി? 251.14 മീറ്റർ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് 252.985 റെഡ്യൂസ് ലെവല് 251.14 മീറ്റേഴ്സ്. ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, താങ്ക് യു. അടുത്ത ചോദ്യങ്ങളായിട്ട് അടുത്ത വീഡിയോക്ക് വരാം.